ഇക്ക, നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിണ്ടാ? എന്ത് പഴഞ്ചൊല്ല്? ഈ അഴകുള്ളോടത്താണ് ആപത്ത് കൂടുതൽ ഉണ്ടാവാന്ന് കേട്ടിണ്ടാ? ആ, കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ എനിക്ക് വരുന്ന എല്ലാ പ്രശ്നത്തിനും കാരണേ ഞാൻ ഭംഗി കൂടുതലുള്ളോണ്ടാവൂലേ? എന്റെ ഷെജി, നീ ഇങ്ങനെ ഇഞ്ചിൻ ചെയ്യുന്ന കൊല്ലണേന്റെ പകരം ഒറ്റടിക്ക് കൊന്നുകൂടി നിനക്ക്. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതിനിപ്പോ എന്താണ്ടായേ? ഞാൻ എന്തൊക്കെ ബിസിനസ്സാ ചെയ്യണെന്ന് നിനക്കറിയോ? ഒരു ഹോട്ടല്, ഒരു തുണിക്കട, അതിന്റെ ഒക്കെ ഓണറല്ലേ നിങ്ങള്? ആണല്ലോ. ഞാൻ വണ്ടി പഞ്ചറായിട്ട് അവിടെ നിന്ന് നടന്നു വരുമ്പോഴേ ആ പാലത്തിന്റെ അടുത്ത് കുറെ പേര് ഇരിക്കണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? ദേ ഷെജിയുടെ പാപ്പാൻ പോണെന്ന്. പാപ്പാനാ? ആ, ലോക്കൽസ് ഭർത്താക്കന്മാരെ പാപ്പാന്ന് പറയും. ഭർത്താക്കന്മാര് എത്ര വലിയ പൊസിഷനിൽ ഇരുന്നിട്ടും ഒരു കാര്യമില്ല. എന്നാലും വീട്ടിലിരിക്കുന്ന നീ എങ്ങനെ ഇത്ര ഫേമസ് ആയി എന്ന് ആലോചിക്കുമ്പോഴാ എവിടെയോ എന്തോ ഒരു തകരാറ്. ആ കേറ്റത്ത് താമസിക്കണ ഹിന്ദുല്ലേ, അത് കാലത്തൊട്ട് 10-20 പ്രാവശ്യമായി നിങ്ങളെയും ചോദിച്ചിട്ട് വരുന്നേ. ഞാൻ നിങ്ങളിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന് വിട്ടു. ഇപ്പത് വീണ്ടും വന്നോക്കണു. എന്താ ചോദിച്ചിട്ട് അതിന് വിട്ടേ? എന്തേ? ഇക്കയുടെ ഫോൺ നമ്പർ ഒന്ന് തരൂ. നിങ്ങള് ഞാൻ പറയണത് ശരിക്കും മനസ്സിലാക്കണം. ഈ കോളനിയില് 80 വീടുകളുണ്ട്. ഈ 80 വീട്ടിലുള്ള ആൾക്കാർക്കും എന്റെ ഫോൺ നമ്പർ അറിയില്ല. ഞാൻ കൊടുത്തിട്ടുമില്ല. ഇന്ന് രാവിലെ തൊട്ട് ഈ നേരത്തിനുള്ളിൽ നിങ്ങൾ 20 വട്ടം എന്നെ അന്വേഷിച്ചു വന്നു പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 100 കൂട്ടം ജോലിയുള്ള ഒരാളാ ഞാൻ. അത് ചെയ്തു തീർക്കാൻ തന്നെ 24 മണിക്കൂർ എനിക്ക് പോരാ. അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി 1 മണിക്കൂർ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് എന്നെ ശല്യപ്പെടുത്തണം. ദയവ് ചെയ്ത് ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. ഇല്ല, എല്ലാം മനസ്സിലായി. ഓക്കെ? അടിപൊളി. ഇങ്ങനെ തന്നെ വേണം. ഇനി ഒരാൾ ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് പൊന്നാണ്. നിന്റെ വാപ്പ കാണിക്കുന്നത് തെണ്ടി തരാട്ടാ. താഴെയുള്ള 2 മരുമക്കളെയും പെരുന്നാളിന് വിളിച്ചല്ലോ. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ആ മനുഷ്യൻ. കഴിഞ്ഞ പെരുന്നാളിന് വന്നതാ, ഇതുവരെയായിട്ട് തിരിച്ചു പോയിട്ടില്ല. ഉണ്ടാണ്ട് വായടച്ചോണ്ടിരുന്നോ? നിന്നോട് എത്ര വട്ടായിട്ടാ ഞാൻ പറയണേ ഒന്ന് പോയിട്ട് വരാൻ? പറഞ്ഞപ്പോ വെള്ളം പറ്റി. ഓൻസറിനില്ലാത്ത സാധനം. ഒന്ന് നിർത്തിയ കുറെ നേരായാലോ അത്. അതിനെങ്ങനെയാ? ഉപ്പനാണ്ടല്ലേ മോൻ പഠിക്കണേ. പോവാൻ പറ്റേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. നീ ഉപ്പന കണ്ട് എന്താ പഠിച്ചേ? ജീവിതത്തിലേ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ലാന്ന്. ശരിയാണല്ലോ. നിന്റെ ഉപ്പ 10-30 വയസ്സ് വരെ പഠിക്കാത്തൊരു പാടാണ്. എന്റെ മോൻ 15 വയസ്സിൽ പഠിച്ചത്. വെൽഡൻ ബൈ ബോയ്, വെൽഡൻ. ഷെജിയെ, നിനക്കൊരു കാര്യം അറിയൂ? എന്തുട്ടിക്കാ? ഞാൻ വെറും 100 രൂപ തുടങ്ങിയതാ. ഇപ്പൊ 20 ലക്ഷമായി. അതൊക്കെ നോക്കിയേ, വന്നു കയറിയ പെണ്ണിന്റെ ഗുണ. ഇനി നിങ്ങൾ കോടികളെ സമ്പാദിക്കാൻ പോണു. ഞാൻ എന്റെ കടത്തിന്റെ കാര്യ പറഞ്ഞ. ഇവിടെ കടക്കാരെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പളാ കോടികൾ. എന്തൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? നിങ്ങൾ കാലത്തും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താന്ന് എന്നോട് പറ. ഒന്നുമില്ലാണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്തായാലും എന്നോട് പറഞ്ഞൂടെ? എന്ത് പറ്റി എന്റെ പൊന്നൂന്? എന്റെ പൊന്നൂന് ഞാനില്ലേ? എന്തായാലും എന്നോട് പറഞ്ഞൂടെ? ഞാനേ നമ്മുടെ രഞ്ജിത്തില്ലേ, രഞ്ജിത്തിന്റെ ഒരു 10,000 രൂപ കടം വാങ്ങിണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടാ. അതെ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തല്ലൂട്ടും വഴക്കൊന്നും വേണ്ട കേട്ടാ. അല്ലെങ്കിൽ നാട്ടുകാർ പറയാം നമ്മുടെ ഏത് നേരം വഴക്കാം. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോണെങ്കിലേ വെഡിങ് ആനിവേഴ്സറി വന്നാ പോരാ. പിന്നെ പുതിയൊരു ജന്മം തന്നെ വേണ്ടി വരും. അമ്പട കള്ള. അപ്പൊ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് എന്നെ തന്നെ ഭാര്യയായിട്ട് വേണം നല്ല ആഗ്രഹം. അതെങ്ങനെ ശരിയാവാ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നല്ലേ?